ആശാ വർക്കർമാരുടെ വേതനം വർദ്ധിപ്പിക്കണമെന്നതാണ് സർക്കാർ നിലപാടെന്ന് മന്ത്രി വീണ ജോർജ്. 2023-24 കേന്ദ്രം നൽകാനുള്ള കുടിശ്ശിക 100 കോടിയാണ്. ഇതിനായി ആശാ വർക്കർമാർക്കൊപ്പം ദില്ലിയിൽ പോയി സമരം ചെയ്യാൻ തയ്യാറാണെന്നും മന്ത്രി വീണ ജോർജ് പറഞ്ഞു. ഒരു വിഭാഗം ആശാ വർക്കർമാർ സെക്രട്ടേറിയറ്റിന് മുന്നിൽ സമരം തുടരുന്ന സാഹചര്യത്തിലാണ് വിഷയത്തിൽ മന്ത്രി വീണ ജോർജ് കാര്യങ്ങൾ വിശദീകരിച്ചത്. ആശാ വർക്കർമാർക്ക് ഏറ്റവും കൂടുതൽ ഓണറേറിയം നൽകുന്ന സംസ്ഥാനം കേരളമാണ്. 1000 രൂപയിൽ നിന്നും 7000 രൂപയായി ഓണറേറിയം വർദ്ധിപ്പിച്ചത് LDF സർക്കാരാണെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. ഇപ്പോൾ രാജ്യത്ത് ഏറ്റവും കൂടുതൽ ഓണറേറിയം കൊടുക്കുന്ന കേരളം നൽകുന്ന തുക 3 ഇരട്ടിയാക്കി വർദ്ധിപ്പിക്കണം എന്നാണ് പറയുന്നത്. രണ്ടാമത്തെ കാര്യം, അവരുടെ ഒരു റിട്ടയർമെൻറ്റ് ബെനിഫിറ്റ് 5 ലക്ഷം രൂപയാക്കണം. 5 ലക്ഷം ഇപ്പോൾ ഒന്നുമില്ല, അത് 5 ലക്ഷം രൂപയാക്കണം എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ ഈ 2 കാര്യങ്ങളും നമുക്ക് അങ്ങനെ പെട്ടെന്ന് പരിഹരിക്കാൻ കഴിയുന്ന കാര്യമല്ല. അത് ഞാൻ ആ ചർച്ചയിൽ തന്നെ അവരോട് പറഞ്ഞു. സർക്കാരിൻ്റെ മുന്നിലുള്ള വിഷയമാണ്. എത്രയും വർദ്ധിപ്പിച്ച് നൽകണം എന്നുള്ളത് തന്നെയാണ് സർക്കാർ, ആരോഗ്യവകുപ്പിൻ്റെ താല്പര്യം അങ്ങനെ തന്നെ ആവുമല്ലോ. ആശമാരുടെ വേതനത്തിൽ 2023-24 കാലയളവിൽ 100 കോടി കേന്ദ്രം നൽകാനുണ്ട്. അത് നിലവിൽ ഇതുവരെയായി ലഭിച്ചിട്ടില്ല. കേന്ദ്രത്തോട് സംസ്ഥാനം ആവശ്യപ്പെട്ടതിന്റെ രേഖയുണ്ടെന്നും മന്ത്രി വ്യക്തമാക്കി. 2023-24 വർഷം കേന്ദ്ര സർക്കാർ 1 രൂപ പോലും കേരളത്തിന് നൽകിയിട്ടില്ല. ഞാനും ഇവർക്കൊപ്പം ഡൽഹിയിൽ പോയി സമരം ചെയ്യാൻ തയ്യാറാണ്. ഡൽഹിയിൽ പോയി കേന്ദ്ര സർക്കാരിനോട് അവരെത്രയോ വർഷങ്ങളായി ഇൻസെൻറ്റീവ് കൂട്ടിയിട്ട്, അതുപോലെ കേരളത്തിന് നൽകേണ്ടതായിട്ടുള്ള കേന്ദ്രം കമ്മിറ്റ് ചെയ്തിട്ടുള്ള തുക അത് നൽകണം എന്നുള്ളത് ആവശ്യപ്പെട്ടുകൊണ്ട് ഡൽഹിയിൽ സമരം ചെയ്യുന്നതിന് ഞാൻ അവരുടെ ആശമാർക്കൊപ്പം അവിടെ സമരം ചെയ്യാൻ തയ്യാറാണ്. ആശമാരുമായി വിഷയം വിശദമായി തന്നെ സർക്കാർ ഇതിനകം ചർച്ച ചെയ്തിരുന്നു. ഇനിയും ചർച്ച നടത്താൻ സർക്കാർ തയ്യാറാണെന്നും എന്നാൽ സർക്കാരിന്റെ സാഹചര്യം കൂടി അവർ പരിഗണിക്കേണ്ടതുണ്ടെന്നും മന്ത്രി പ്രതികരിച്ചു. കൈരളി ന്യൂസ്, തിരുവനന്തപുരം.